ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 34 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ ഒരു ചൊവ്വാഴ്ചയും സിനിമ മികച്ച രീതിയിലുള്ള കളക്ഷനുമായി മുന്നോട്ട് കുതിക്കുകയാണ്. ഇന്ന് ഒരു ഭാഗ്യ ദിനമായി മാറുകയാണ്. പ്രത്യേകിച്ച് അവധി ദിനം കൂടി ആകുന്നതുകൊണ്ട് തന്നെ കളക്ഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളതിനും സംശയങ്ങളില്ല. പ്രീസെയിലൂടെ മാത്രം സിനിമ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. പ്രീസെയിലൂടെ മാത്രമായി സിനിമ ഈ ഒരു ചൊവ്വാഴ്ച നേടിയിരിക്കുന്നത് 34,62,000 രൂപ, അതായത് 35 ലക്ഷം രൂപ എന്ന് തന്നെ പറയാം. തുടരുമെന്ന ചിത്രത്തിൻ്റെ 34-ാം ദിനം ഇതിൻ്റെ 24 ലക്ഷം രൂപയോളമാണ്, അതായത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് ഈ ഒരു ദിവസം പ്രീസെയിലൂടെ മാത്രം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. സിനിമ ബുക്ക് മൈ ഷോയിലൂടെ 29,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് 24 മണിക്കൂറിൽ വിറ്റുപോയിരിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഏതാനും ദിനങ്ങളിൽ നമ്മുടെ ചില വീഡിയോകൾക്ക് ഒരു വോയിസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. പലപ്പോഴേ അത് പരിഹരിച്ചുവെങ്കിലും ചിലപ്പോഴൊക്കെ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. ഇന്നലെയാണ് അത് പൂർണ്ണമായിട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. എഡിറ്റിങ്ങിലുണ്ടാകുന്ന ഒരു പിശകായിരുന്നു. അപ്പോൾ ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു. കൂടെ ഉണ്ടായതിന് നന്ദി, ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. അതുകൊണ്ട് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ തുടരുകയും ചെയ്യുന്നു. അപ്പം ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിലേക്ക് കിടക്കാം. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞു 945 ഷോകളാണ് സിനിമയുടെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 22,000-ഓളം ടിക്കറ്റുകളാണ് നമുക്ക് പ്രീസെയിലൂടെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് 34,62,000-ഓളം രൂപ സിനിമ പ്രീസെയിലൂടെ ഈ ഒരു ചൊവ്വാഴ്ച എത്തിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഷോകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലഭിച്ചിരിക്കുന്ന എമൗണ്ടാണ്. ശനിയാഴ്ചയും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നത്. ശനിയാഴ്ച 63,87,000 രൂപയോളമാണ് വന്നത്. അതായത് 83 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 85 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നത്. ഒരു തിങ്കളാഴ്ച ലഭിക്കുന്ന ഈ 33-ാം ദിനം ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന് പറയാം. ഒരുപക്ഷെ 20 ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന കളക്ഷനിലും അത് ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് ശനി ഞായർ ദിനങ്ങളിൽ 1 കോടിക്ക് മുകളിൽ ട്രാക്ക്ഡ് കളക്ഷൻ പോയെങ്കിൽ തിങ്കളാഴ്ച എത്തിയപ്പോൾ അത് 85 ലക്ഷത്തിനടുത്തേക്ക് എത്തുകയും ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ 35 ലക്ഷത്തിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സിനിമയ്ക്ക് ഏകദേശം 75 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്കും പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയുമാണ്. ഇനി സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് വരാം. അതിനു മുന്നോടി നമുക്ക് ഈ 32 ദിനങ്ങളിലെ നമുക്ക് മേഖല തിരിച്ചുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരുന്നു. 288 കോടിക്ക് മുകളിൽ നേടിയ കണക്കുകൾ. ടെറിട്ടറി വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 32 ദിനങ്ങൾ കൊണ്ട് നേടിയത് 111 കോടി 80 ലക്ഷം എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. തമിഴ്നാട്ടിൽ നിന്ന് 23 കോടി 15 ലക്ഷം രൂപ, കർണാടകത്തിൽ നിന്ന് 14 കോടി 6 ലക്ഷം രൂപ, ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിൽ നിന്ന് 13 കോടി 57 ലക്ഷം രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മൊത്തമായി കിട്ടിയിരിക്കുന്നത് 7 കോടി 50 ലക്ഷം രൂപ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ടോട്ടലായിട്ട് 170.08 കോടിയാണ് സിനിമയുടെ വന്നിരിക്കുന്നത്. GCCയിൽ 8.29 മില്യനും, USA കാനഡയിൽ നിന്ന് 2.14 മില്യനും, UK അയർലൻഡിൽ നിന്ന് 1.41 മില്യനും, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് $725,000, അതേപോലെ തന്നെ യൂറോപ്പ് റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $730,000, അങ്ങനെ ഓവർസീസിൽ നിന്ന് 13.30 മില്യൺ, അതായത് 118 കോടിക്ക് മുകളിലെത്തി. അങ്ങനെ 288 കോടി 10 ലക്ഷം രൂപ എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കഴിഞ്ഞ ദിവസത്തെ കണക്ക്. ഈ ഒരു ദിവസത്തേക്ക് എത്തുമ്പോൾ സിനിമ വീണ്ടും കുതിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത്ഭുതം എന്ന് തന്നെയാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കോൺട്ട് ബിലീവ് ഇറ്റ് ഇൻ അനദർ 1 crore plus ഡേ, അതായത് 34-ാം ദിനവും 1 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് ഉണ്ടാകുമെന്നുള്ളത് ട്രാക്കേഴ്സ് തന്നെ പൂർണ്ണമായി പറയുകയാണ്. 33-ാം ദിനത്തെ കളക്ഷൻ എത്തി നിൽക്കുന്നത് നമുക്ക് നോക്കാം. 112 കോടി 60 ലക്ഷം രൂപ കഴിഞ്ഞു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 289 കോടി 50 ലക്ഷം രൂപ എന്നാണ് അവർ പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് 300 കോടി ക്ലബിലേക്ക് കയറാൻ വെറും 10.5 കോടിയാണ് സിനിമയ്ക്ക് വേണ്ടത്. അതേപോലെ തന്നെ കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ 6 കോടി 35 ലക്ഷം രൂപ. അതായത് അതിലെ 35 ലക്ഷം രൂപ അങ്ങ് മാറ്റിയേക്ക്, കാരണം പ്രീസെയിലൂടെ തന്നെ നമുക്കത് വന്നിരിക്കുന്നു. 6 കോടി കൂടി മതി എന്നുള്ളതാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ സിനിമയുടെ 32-ാമത്തെ ദിനത്തെ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 31-ാം ദിനത്തെ കളക്ഷനും അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചത്. തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നു 23.35 കോടി എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന 23.15, അതായത് 20 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഇന്ന്, അല്ലെങ്കിൽ ഇന്നലത്തെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാം 32-ാം ദിനം. അപ്പോൾ 33-ാം ദിനവും സിനിമയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അതേ റേഞ്ചിൽ തന്നെ എന്നുള്ളത് തന്നെയാണ്. അതേപോലെ കർണാടകത്തിലും തെലുങ്കാനയിലും ഒക്കെ നമ്മളങ്ങനെ കാണുന്നു 59 കോടിയും കടന്ന് പോകുന്നു, 60 കോടിയിലേക്ക് എത്തുന്നു. എന്തായാലും ഇവിടെ
ലോകയുടെ പ്രീസെയിൽ അല്ലെങ്കിൽ ലോകയുടെ ട്രാക്ഡ് കളക്ഷനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു 104.18 കോടിയാണ് ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്ന കണക്കുകൾ. തുടരുമെന്ന ചിത്രത്തിൻ്റെ ഫൈനലായി വന്നത് 107.19 കോടിയാണ്. അങ്ങനെ നോക്കും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ ഈ സിനിമയ്ക്ക് നേടേണ്ടത് 3,01,00,000 രൂപ മാത്രമാണ് എന്നുള്ളതാണ്. അതാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ വന്നത്. 56 ദിനങ്ങൾ ഓടിയപ്പോഴാണ് തുടരുമെന്ന ചിത്രത്തിന് 107.19 രൂപയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇന്ന് ഈ ലോക എന്ന ചിത്രം 104.18 അല്ലെങ്കിൽ 18 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് 34-ാം ദിനത്തിലെ പ്രീസെയിലൂടെ തന്നെയാണ്. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ സിനിമ 104.70-80 ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളത്. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഒരു സിനിമ ബോക്സ് ഓഫീസിനെ കിടുകിട വിറപ്പിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ബോക്സ് ഓഫീസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളാണെങ്കിലും കാണുന്നത് എന്ന് പറയാം. എന്തായാലും ഇത് ഒരു വമ്പൻ ചരിത്ര വിജയമാകുന്നു. ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഈ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന സിനിമകൾക്ക് പ്രചോദനമാകുകയുള്ളൂ. പല ട്രാക്കേഴ്സും കണക്കുകൾ കുറച്ച് പറയുമ്പോഴും ഒന്നാലോചിക്കുക, നിങ്ങൾ കണക്കുകൾ കുറച്ച് പറയുന്നത് അത് സിനിമയെ തന്നെയാണ് നശിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. Great Medias.